നമ്മൾ വായിച്ചത് 2 കൊരിന്ത്യർ ലേഖനത്തിലെ വചനമാണ്. എന്താ ഈ വചനം പറയുന്നത്? ഒരാൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എന്താണിതിൻ്റെ അർത്ഥം? അതൊന്ന് ഗ്രഹിക്കാൻ നമുക്ക് ഈ കൊരിന്ത് എന്ന സഭയെക്കുറിച്ച് പഠിക്കണം. കൊരിന്ത്യ സഭയെപ്പറ്റി പഠിക്കാൻ കൊരിന്തിനെ പറ്റിയും ഒന്ന് ഗ്രഹിക്കണം. ഇപ്പം അങ്ങാടിക്കലൊരു സഭയുണ്ട്, ആ സഭയ്ക്കൊരു കൾച്ചറുണ്ട്, അതിനൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം അത് പറയാതിരിക്കാൻ നല്ലത്. അത് പറഞ്ഞാൽ ഈ അടുത്തടുത്ത കാലത്ത് ഒരാൾ കുളമാക്കിക്കളെ. ചിലർ പരസ്യവും നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കാർക്കും ആ വഴി പോകണ്ട. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അതിനൊരു പരിജ്ഞാനവും ഒരു പക്വതയൊക്കെ ഉണ്ടല്ലേ. അതാ പണ്ടത്തെ ഒരു ഗുണം. പുതിയ ശിഷ്യന്മാരൊന്നും അങ്ങനെ പെട്ടെന്ന് പ്രസംഗിക്കില്ല. ഇന്ന് അതൊക്കെ മാറി. ആ കുറവും നമുക്കുണ്ട്. പോട്ടെ, പറഞ്ഞത് നമുക്ക് ഈ കൊരിന്ത് എന്താണ് എന്നറിയണം. പ്രിയമുള്ളവരെ, പുരാതന കാലത്ത് പ്രബലങ്ങളായ ചില പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊരിന്ത് ഒരു ഗ്രീക്ക് പട്ടണമായിരുന്നു. ഇത് നമ്മൾ അറിയുന്നത് പോലെ അഖായ എന്നറിയപ്പെടുന്ന സ്ഥലം അറിയാം. നമ്മുടെ അക്കില്ലാസിനെയും പ്രിസ്കില്ലയൊക്കെ അറിയാം. ഈ സ്ഥലത്ത് ഗ്രീക്ക് നാഗരികത, ഗ്രീക്ക് സംസ്കാരം രൂഢമൂലമായി കിടന്ന ഈ സ്ഥലം ഒരു സമ്പന്ന നഗരമായിരുന്നു, ഒരു വാണിജ്യ പട്ടണം. ഇത് ഗ്രീക്കുകാരെ പിന്തള്ളി റോമക്കാർ വരുമ്പോൾ ഏതാണ്ട് 143 BC റോമക്കാർ ഇടിച്ചു തകർത്തു. റോമക്കാർ തകർത്ത ഈ പട്ടണം വീണ്ടും 44 AD ആകുമ്പോഴേക്കും ഇത് അഗസ്റ്റസ് കൈസർ പുനർനിർമ്മിക്കുന്നുണ്ട്, മനോഹരമാക്കി പണിയുന്നുണ്ട്. ഒരു തുറമുഖ നഗരമാണ് ഈ കൊരിന്ത്. പണ്ടിത് ഗ്രീക്ക് പട്ടണമായിരുന്നു. പിന്നെ ഒരു പ്രവിശ്യയുടെ തലസ്ഥാനമായി റോമക്കാർ ഇതിനെ മാറ്റി. 2 സംസ്കാരങ്ങൾ ഈ സ്ഥലത്തുണ്ട്. ഒന്ന്, പണ്ടുള്ള ഗ്രീക്കുകാർ തള്ളിക്കളഞ്ഞ് അവരുപേക്ഷിച്ചു പോയ സംസ്കാരം. 2, റോമൻ സർവാധിപത്യത്തിൻ്റെ കീഴിൽ വരുമ്പോൾ റോമക്കാർ കൊണ്ടുവന്ന അവരുടെ ആശയങ്ങൾ. ഇവ രണ്ടും ചേരുന്ന ഒരു മിശ്ര സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. നമ്മെപ്പോലെ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് 2 സംസ്കാരങ്ങളെയാണ് പ്രധാനമായും. ഒന്ന്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു പാശ്ചാത്യ സംസ്കാരം. 2, പേർഷ്യക്കാർ കൊണ്ടുവന്ന ഒരു പാർസികളുടെ സംസ്കാരം. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിട്ടിരിക്കുന്ന ഈ ജുബ്ബ പാർസികളുടെ സംസ്കാരമാണ്, പേർഷ്യക്കാരുടെ സംസ്കാരം. നിങ്ങളെല്ലാം ധരിച്ചിരിക്കുന്ന ജുബ്ബ അല്ലാതെ ദൈവം പറഞ്ഞൊരു വേഷമൊന്നും അല്ലിത്. പേർഷ്യനാണ് ജുബ്ബ. ഈ പരവതാനിയില്ലേ, നിലത്തിരിക്കുന്ന ഈ സംവിധാനമില്ലേ, ഇതൊക്കെ പേർഷ്യൻ കൾച്ചറാണ്. നമ്മുടെ സഹോദരങ്ങൾ പലരും പാടുന്ന പാട്ടുകളില്ലേ, ഹിന്ദുസ്ഥാനി ഒക്കെ പേർഷ്യനാണ്. തബല എന്ന സംഗീത ഉപകരണം പേർഷ്യനാണ്. വല്ലാതെ നമ്മൾ പേർഷ്യൻ കൾച്ചറിനോട് ഇന്ത്യക്കാരൻ ഇടപഴകി. ആ കൂടെയാണ് പാൻറ്റും ഷർട്ടും സാരിയും ബ്ലൗസും. ഇതെല്ലാം വിക്ടോറിയൻ കാലത്തെ സംസ്കാരമാണ്. നമ്മൾ ഈ സായിപ്പിനെ ഇവിടുന്നോട് കുറ്റം പറയുമ്പോൾ തന്നെ ഈ TV ചർച്ചകളിലൊക്കെ ഇരുന്ന് കുറ്റം പറയുന്ന ആളുകൾ പോലും മൊത്തം സായിപ്പിൻ്റെ സംസ്കാരമാണ്, അല്ലെ പേർഷ്യൻ സംസ്കാരമാണ്. തനി ഇന്ത്യൻ സംസ്കാരമെന്ന് പറയുന്നത് അങ്ങനെ ഒന്നിനെ മനുഷ്യൻ ഏതാണ്ട് പൂർണ്ണമായി തള്ളിയിട്ടുണ്ട്. ഈ സംസ്കാരം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും പാശ്ചാത്യമോ അതല്ലെങ്കിൽ പേർഷ്യനോ ഒക്കെ ആയ, അറബിക്കൊക്കെ ആയ ഒരു സംസ്കാരത്തെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഞാനതൊന്നും ഒത്തിരി പറയുന്നില്ല, വചനം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് പറയണമല്ലോ. എങ്കിലും ഒന്ന് പറയാതെ വയ്യ. തനി ഭാരതീയം അഥവാ ഇന്ത്യക്കാരൻ്റെതെന്ന് പറയുന്ന
സംസ്കാരങ്ങളെയൊക്കെ വർജിക്കുന്നുള്ള തെളിവ് ചില ഏറ്റവും അധികം എതിർക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. പക്ഷെ ടി വി ചർച്ചയിലുള്ള എതിർക്കുന്നവരും അധികം പറയുന്നത് ഇംഗ്ലീഷാണ്. അത് ഉപയോഗിച്ചിട്ട് അതിനെ എതിർക്കുകയാണ്. ആ ചികിത്സയാണ് ഏറ്റവും അധികം ആളുകൾ എതിർക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ആ ചികിത്സ എതിർക്കുന്നത്. നമുക്കറിയാം, യോഗയുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. പക്ഷെ പെട്ടെന്ന് പോകുന്ന അങ്ങോട്ടാ പുഷ്പഗിരിക്കുക. 100 വട്ടം അതിനെ കുറ്റം പറയും, 1000 തവണ കുഴപ്പമെല്ലാം പറയും. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പാശ്ചാത്യമായ ആ സംസ്കാരത്തെ വിട്ടിട്ടില്ല. ഇതുപോലെയാണ് പണ്ട് ഗ്രീസ്, ഈ കൊരിന്ത്, ഗ്രീക്ക് സംസ്കാരം കിടക്കുക. അത് പോവില്ല അങ്ങനെ. അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് റോമൻ സംസ്കാരം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ 2 തര സങ്കര സംസ്കാരത്തിൻ്റെ ഇടയിൽ രൂപപ്പെട്ട കച്ചവടക്കാർ വന്നു പാർക്കുന്ന സ്ഥലമായിരുന്നു റോം. ഇതുകൂടാതെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ചേക്കേറിയ മനുഷ്യർ, കച്ചവട തൽപരർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് റോമാക്കാരുടെ ഒരു പ്രധാന ദേവനുണ്ടായിരുന്നു. അപ്പോളോ എന്നാണ് പേര്. നമുക്ക് ഈ അപ്പോളോ എന്ന പേര് നമ്മളും കേട്ടിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു ടയറിൻ്റെ പേരാണ് അപ്പോളോ. അപ്പോളോ ആ പേര് ടയറിനിടാൻ കാരണം ശക്തി, നല്ല ബലം, ദൃഢത, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോളോ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും ദേവനാണ്. അപ്പോളോ ആരോഗ്യദൃഢഗാത്രനായ ശക്തനായ ഒരു ദേവനാണ്. അപ്പം ശക്തി വേണമെങ്കിൽ, സൗന്ദര്യം വേണമെങ്കിൽ, ധൈര്യം വേണമെങ്കിൽ അപ്പോളോയെ സേവിക്കണം. ഇതാണ് റോമക്കാരുടെ വിശ്വാസം. അത് കൊരിന്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒപ്പം ഇതേ കാര്യം സ്ത്രീകൾക്കാണെങ്കിൽ അവരാശ്രയിക്കേണ്ട ഒരു ദേവതയുണ്ട്. അവരുടെ പേര് അഫ്രോഡിറ്റസ് എന്നാണ്. ആ അഫ്രോഡിറ്റസിൻ്റെ പേര് മാറ്റി ഉപയോഗിച്ചൊരു രാജ്യം തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അത് നമ്മളറിയുന്ന എഫസോസ്. ആ ദേവതയ്ക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള പേര് അർത്തമിസ് എന്നായിരുന്നു. അർത്തമീസിൻ്റെ രൂപഭാവങ്ങൾ അപ്പോളോ എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റായി അപ്പോളോ എന്തൊക്കെ പുരുഷന് നൽകും, ഇതൊക്കെ അർത്തമീസ് സ്ത്രീകൾക്കും നൽകും. തീർന്നില്ല. അപ്പോളോയെ സേവിക്കാൻ സ്ത്രീകൾ വരുമായിരുന്നു. അഫ്രോഡിറ്റസിനെ ആരാധിക്കാൻ പുരുഷന്മാരും വരുമായിരുന്നു. അതിൻ്റെ ഭക്തി പാരമ്യത്തിൽ റോമിലെങ്ങും ഒരധാർമികത നടമാടി. ആ അധാർമികതയുടെ കാരണം ഇത്തരത്തിൽ സൗന്ദര്യത്തിൻ്റെ ശക്തിയുടെ ദേവനെ സേവിക്കുക വഴി ഞങ്ങൾ ആർജിക്കുന്നത് അത്തരം കൂടിയ ഒരു കരുത്തും ശക്തിയുമാകയാൽ അങ്ങനെ റോമിലെങ്ങും അല്ലെങ്കിൽ റോമൻ അധിനിവേശ മേഖലയിലെങ്ങും ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ഈ അപ്പോളോയുടെ കുട്ടികളെന്ന് വാഴ്ത്തപ്പെട്ടു. ഇത്തരം അധർമ്മം വിളയാടുന്നൊരു സ്ഥലം. ഇത്തരം അധർമ്മങ്ങളെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഉദാഹരണം, ഇന്ത്യയുടെ പലയിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കുക. ചില സ്ഥലങ്ങളിൽ തെരുവീതിയിലൂടെ മനുഷ്യൻ അശ്ലീലം പാടിപ്പോകുന്ന ഇടങ്ങളുണ്ട്. നിങ്ങൾക്കത് മാറ്റാൻ കഴിയില്ല. ഏത് ഭരണകൂടം വന്നാലും നീക്കാൻ കഴിയില്ല. അതിനൊരു പേര് പറയും, ആചാരം. തുടരുത് ആചാരത്തിൽ പ്രശ്നമാണ്. പണ്ടും ഇവിടെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ആചാരമായിരുന്നു സതി. ക്രിസ്ത്യവിശ്വാസികളായ നമ്മളെക്കുറിച്ചുള്ള ചിലരുടെ പരിഭവം, നമ്മൾ ആചാരങ്ങൾ തകർത്തു ഇന്ത്യയുടെ. ശരിയാണ്. വില്യം ഗേരി ആചാരം തകർത്തയാളാ. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ നിരന്തരമായ കത്തിടപാടുകളുടെയും സമരസന്നദ്ധതയുടെയും പരിണിതഫലമായിട്ടാണ് 1829 ബെന്റിംഗ് പ്രഭു സതി നിരോധനം ചെയ്തു ഇന്ത്യയിൽ. വിധവമാർക്കുള്ള പുനർവിവാഹം ഇന്ത്യയിൽ സാധ്യമാകാതിരുന്നൊരു കാലമുണ്ട്. അവിടെയും നമുക്കൊരല്പം അറിവ് ആവശ്യമുണ്ട്. വിധവ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സഭയിലുള്ള അപ്പച്ചൻ മരിച്ചു പോയൊരു പാവം അമ്മച്ചിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പണ്ട് വിധവ അങ്ങനല്ല,
12 വയസ്സ് മുതൽ ഒരു 15-20 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണ് പഴയ വിധവ. കാരണം 8 വയസ്സിൽ കല്യാണം. ആ 8 വയസ്സിലെ കല്യാണം ദീർഘനാളുകൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. 8 വയസ്സുകാരിയെ 35 മുതൽ 80, 90 വയസ്സ് വരെയുള്ള കാരണവർ കല്യാണം കഴിക്കുന്നത് സ്വാഭാവിക ആചാരമായിരുന്നു ഇന്ത്യയിൽ. ഇതും മാറ്റിയത് മിഷണറിമാരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, എങ്കിലേ വിഷയത്തിൽ വരാൻ പറ്റൂ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വരുമ്പോൾ ഒരു ഉറപ്പ് ഇന്ത്യക്കാർക്ക് തന്നിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ പാട്ടോ നിങ്ങളുടെ ആചാരമോ ഇതിലൊന്നും ഞങ്ങൾ തൊടൂല, നമുക്ക് കച്ചവടം. കമ്പനിക്ക് അവിടുന്ന് നിർദ്ദേശം കിട്ടി, നിങ്ങൾ പോയി ഇന്ത്യയെ മാറ്റാൻ നോക്കണ്ട, നമ്മൾ വന്നത് കച്ചവടത്തിന്. കാരണം അത് അവർക്കിടയിൽ ഒരു പ്രയാസം വരുത്തരുത്. പക്ഷേ ഒരബദ്ധം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പറ്റി. കമ്പനി പൂർണ്ണമായും ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്നപ്പോൾ ഈ വന്നവർക്കിടയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുണ്ടായിരുന്നു. അവരെയും കൊണ്ടാവുന്നത്. അവർ കിട്ടിയ അവസരം സുവിശേഷം പറഞ്ഞു. ഇല്ല, കമ്പനി അപ്പാടെ നമ്മളെ സഹായിച്ചിട്ടൊന്നുമില്ല, സുവിശേഷം പറഞ്ഞു. വലിയ മാറ്റം ഇന്ത്യയിൽ പ്രകടമാകുന്ന കണ്ടപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്ന മിഷണറിമാരുടെ വിസ റദ്ദ് ചെയ്തു. വിസ ഇല്ലാതെ 3 മാസം വില്യം കയറി കപ്പലിൽ കടലിൽ അലഞ്ഞു. വീണ്ടും വിസയില്ലാതെ യാത്ര ചെയ്തു എന്ന് കുറ്റം ചുമത്തി തിരിച്ച് ഇംഗ്ലണ്ടിൻ്റെ തീരത്തടിഞ്ഞു. പിന്നെ 6 മാസം കഴിഞ്ഞ് ഡച്ചാധിപത്യമുള്ളൊരു സ്ഥലത്താണ് അടുത്ത കപ്പൽ ഇറങ്ങുന്നത്. അല്ല, നമ്മളിപ്പോഴും ധരിച്ച പോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്ക് സഹായമൊന്നും ചെയ്തിട്ടില്ല. ബൈബിളും ഒക്കെ വിതരണം ചെയ്യാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സഹായവും ചെയ്തില്ല. പക്ഷെ അവരൊരു കാഴ്ച കണ്ടു. 8 വയസ്സുള്ള ഫൂൽമണിദാസ് എന്ന പേരായൊരു പെൺകുട്ടിയെ ഒരു 40കാരൻ വിവാഹം കഴിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഈ 8 വയസ്സുകാരി രക്തസ്രവം വന്ന് മരിച്ചു. ഇംഗ്ലണ്ടിലെ പത്രങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് ഈ വാർത്ത എഴുതിയപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഉണർന്നു. കമ്പനിയുടെ ആധിപത്യത്തിൽ കിടക്കുന്ന ഒരു രാജ്യത്ത് ഇത് ഹീനമായ തെറ്റാ. ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആചാരത്തിന് വേണ്ടി ചിലർ വാദിച്ചു, നിങ്ങളിതിൽ ഇടപെടരുത് പാശ്ചാത്യരെ, ഞങ്ങൾ 8 വയസ്സിൽ 80കാരൻ വിവാഹം കഴിക്കും, നിങ്ങളാര് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ? ഈ ശബ്ദമുയർന്നു ശക്തിക്ക്. പക്ഷെ എല്ലാ വാദത്തെ അപ്രസക്തമാക്കി 2 കാര്യങ്ങൾ മിഷണറിമാർ സാധിച്ചെടുത്തു. 1 സതിയുടെ നിർമാർജനം, 2 വിവാഹപ്രായം ഉയർത്തുക. ഫൂൽമണിദാസിന്റെ മരണത്തോടെ ആരംഭിച്ച ഇത്തരം പ്രശ്നങ്ങൾ ശക്തമായി കഴിഞ്ഞപ്പോൾ, ഞാനിത് അടുത്ത കാലത്ത് ഒരു കുറിപ്പൊക്കെ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹം എന്താ ഈ പറയുന്നേ, ഇതിനും മാത്രം വിധവ ഇവിടെ? അങ്ങനെ വിധവ വരുന്നേ? 1, 2 അല്ല, 75,000 വിധവമാർ പൂനെയുടെ തെരുവീതിയിലൂടെ സമരം ചെയ്തു പോയി. എന്തിനാണെന്നറിയണ്ടേ? സതി നിരോധിച്ചപ്പം, സതി നിങ്ങൾ നിരോധിക്കണ്ട, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും, തിരിച്ചു തരണോ? ഇത്ര സ്ത്രീകളുള്ള സ്ഥലമായിരുന്നു ഇന്ത്യ. പൂനെയിലൂടെ പോയ സ്ത്രീകളുടെ എണ്ണം 75,000. കാരണം മുതിർന്നവർ പിന്നിൽ നിന്നുകൊണ്ട് പറയുക, സായിപ്പ് വരുന്നു, ഉപദേശിമാർ വരുന്നു, പ്രസംഗിക്കാൻ വരുന്നു, നമ്മുടെ ആചാരം ഇവർ മുഴുവൻ നശിപ്പിച്ചു കളയുന്നു. ഈ പ്രവണത നിലനിന്നിരുന്നു. അപ്പോഴാണ് ചോദിക്കുക, ഇത്രയും വിധവ എങ്ങനെയാണ്? അത് എനിക്കൊരു ലോജിക്കലായി ഞാൻ കണ്ടെത്തിയൊരു ഉത്തരം. അത് നിങ്ങൾ ഔദ്യോഗികമായിട്ട് എടുക്കണ്ട. ഇത്രയും വിധവമാരെങ്ങനെ അന്നുണ്ടായി, ഇത്തിരി എണ്ണം? എൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. അത് എൻ്റെ ഒരു കണ്ടെത്തലാന്ന് ഞാൻ പറഞ്ഞു. തെറ്റുകൊണ്ട് ക്ഷമിക്കണം. കാരണം ഈ 8 or 10 വയസ്സുള്ളൊരു കുഞ്ഞിനെ നമ്മുടെ സൺഡേ സ്കൂളിൽ വെച്ചാൽ, നമ്മുടെ PYP മത്സരിക്കാൻ പോലും അവനെ ഒക്കെയുള്ള നിർത്തണം. ആ പ്രായമാണ്. അന്നേരമാണ് കല്യാണം. ഈ കല്യാണം കഴിഞ്ഞ കുഞ്ഞിന് ഇത് കല്യാണമാണെന്നോ ഒന്നും അറിയില്ല. ഈ കുഞ്ഞ് പാട്ടുമൊക്കെ പാടിയോ കരഞ്ഞോ ഈ വല്യപ്പൻ്റെ കൂടി ഇങ്ങനെ പോവാണ്. കുറേ കഴിയുമ്പോൾ അമ്മയെ കാണാത്ത സങ്കടം, ഇതിന് തിരിച്ചു പോകണം, ഇതിനെ ഇയാളിങ്ങനെ പോവാ. ഈ മനുഷ്യൻ ഈ പോകുന്ന പോക്കിൽ ഈ പെങ്കൊച്ചിന് ദുഃഖവും വേദനയൊക്കെ ആണെങ്കിലും ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ഇയാൾ അറ്റാക്ക് വന്ന് മരിക്കും. ഇതെൻ്റെ ഒരു കണ്ടെത്തലാണ്, നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ ഇത്രയും വിധവമാർ.
സന്തോഷം കൂടിയാലും അറ്റാക്ക് വരും. ഞാൻ എൻ്റെ വൈഫായിട്ട് ഈ പൂനെയുടെ തെരുവീതി കാണിച്ചു കൊടുത്തു. നിൻ്റെയൊക്കെ ആൾക്കാർ വണ്ടിയില്ല ഇങ്ങനെ പോയതാന്ന് പറഞ്ഞു. പുള്ളിക്കാരിയുടെ എതിര് പറഞ്ഞില്ല. സ്ത്രീകളുടെ അന്നത്തെ ബോധം സ്ത്രീകളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു പോയി. ഞാൻ സ്ത്രീ വിരുദ്ധനല്ലങ്ങ് പറഞ്ഞാണ്. നിങ്ങൾക്ക് അനുകൂലമാവില്ലും കയറി നിയമം പാസ്സാക്കുന്നത്. ഇപ്പോൾ ഒന്ന് മനസ്സിലായോ? പിണങ്ങരുത്. സുവിശേഷം ചില ആചാരങ്ങളെ ചാരമാക്കി കളയും. സുവിശേഷം ചില വ്യവസ്ഥകളുടെ അടിത്തറ തകർക്കും. സുവിശേഷം ചില വ്യവസ്ഥകളുടെ ഉത്തുംഗ ഗോപുരങ്ങളെ തകർക്കും. അത് തകർത്തല്ലാതെ അതിന് ശമനമില്ല. തകരേണ്ടതൊക്കെ തകരും. പകരം മറ്റൊന്നിനെ ഞങ്ങൾ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇങ്ങനെ റോമിൽ ആചാരദുരാചാരങ്ങളുടെ നൂലാമാലകൾ ശക്തിപ്പെട്ടിരിക്കുന്ന കാലത്ത് ധന്യനായ പൗലുസ് ഇതുവഴി ഒന്ന് യാത്ര ചെയ്തു. റോമിനെ കണ്ടു. സമ്പന്നര വ്യാപാരികളാ. പലതരം കാഴ്ചകൾ കണ്ടുവരുമ്പോൾ ഇവരുടെ വിനോദ കേന്ദ്രങ്ങൾ കണ്ടു. പൗലോസ് ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് സന്ദർശിച്ചിട്ടുള്ളതാ. പൗലോസ് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ളതാ. അപ്പുറത്തെ ഏതൻസ് ഉള്ളത്. അവിടെ ഒളിമ്പിക്സ് നടന്നിരുന്നത്. കർത്താവിന് 776 സംവത്സരങ്ങൾക്കപ്പുറത്ത് ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ ആ ചരിത്ര പ്രസിദ്ധമായ അരയോപക കുന്നുള്ളത്. ഇങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു വരുമ്പോൾ ഈ കൊരിന്തിലെ വിചിത്ര കാഴ്ചകൾ കണ്ടു. അധർമ്മം കൊടികുത്തി വാഴുന്ന ഇടം. അതുകൊണ്ട് പുരാതന ലോകത്ത് ഒരു പഴമൊഴി രൂപപ്പെട്ടു. ആളുകൾ വീട്ടിലും പരിസരത്തുമൊക്കെ വഴക്കുണ്ടാകുമ്പോൾ ഒരു വാക്കുപയോഗിക്കും. നീ ആ കൊരിന്ത്യക്കാരൻ്റെ പണി. നീ കൊരിന്ത്യൻ. കൊരിന്ത്യൻ എന്നാൽ അധർമ്മി എന്നർത്ഥം. ഉപയോഗം കൊണ്ട് അർത്ഥം അങ്ങനായി. കൊരിന്ത്യൻ അതിൽ തന്നെ തെറ്റൊന്നുമില്ല. പക്ഷെ ഉപയോഗത്താൽ അർത്ഥം ഒരുവൻ കൊരിന്തിലേക്ക് പോയി എന്ന് കേട്ടാൽ അവൻ എന്തോ ഗുരുതര തെറ്റ് ചെയ്യാൻ പോയി എന്ന് വ്യാഖ്യാനിക്കത്തക്ക നിലയിൽ അധപ്പതിച്ച അധോലോകം അതായിരുന്നു കൊരിന്ത്. ഈ സ്ഥലത്തേക്ക് പോകാൻ മനുഷ്യൻ അറച്ചു. നിഗൂഢതകളുടെ അധോലോകം, ചൂതുകളി നടക്കുന്ന ഇടം, മൃഗയുദ്ധത്തിൽ പന്തയം വെച്ച് തങ്ങളുടെയൊക്കെയുള്ള വസ്തുവകകൾ പണയം വെച്ച് നശിച്ചുപോയ മനുഷ്യരുടെ സ്ഥലം, നോക്കി നിൽക്ക കോടീശ്വരന്മാരാകാൻ അനീതിയുടെ വഴികൾ തിരഞ്ഞെടുത്തവരുടെ സ്ഥലം, നോക്കി നിൽക്ക തോറ്റു തുന്നം പാടിയവരുടെ സ്ഥലം. മറ്റൊന്ന് അധർമ്മ നിമിത്തം രോഗികളും അശരണരും അസ്വസ്ഥരും ഒക്കെ നിലനിന്നിരുന്ന സ്ഥലം. ഇവിടേക്ക് യാദൃച്ഛികമായി വന്നതല്ല പൗലോസ്. നാളുകളായി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടൊരു കാര്യം ഓർക്കണം. ദൈവം അയച്ചിട്ടൊരു സ്ഥലത്ത് ചെന്നാൽ ഏത് അപകടത്തിൻ്റെ മുനമ്പത്തിലും തൻ്റെ മക്കളുടെ പ്രവൃത്തിയാൽ ഒരു വിടുതലയക്കുന്ന മഹാദൈവം അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമുക്ക് ആ വഴി പോകണം. അതൊരു വലിയ വിടുതലായി തീരും. പണ്ട് നമ്മളറിയുന്ന മഹാനായ മോഡി ഉണ്ടല്ലോ, DL മോഡി. ഈ മോഡിയുടെ പ്രസംഗം സാഹിത്യപരമോ ചരിത്രപരമോ കലാപരമോ ഒന്നുമല്ല. പലപ്പോഴും മോഡിയുടെ ഇംഗ്ലീഷ് സബ്സ്റ്റാൻഡേർഡ് ആണെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ മോഡി പറയുന്ന മറുപടി ഇതാണ്: ഞാൻ ഭാഷാവിദഗ്ധനൊന്നുമല്ല, ഞാനൊരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ പ്രതികരിക്കുക. സാധാരണ ഏതൊരു പ്രഭാഷകനും അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ നാടെങ്കിൽ അമേരിക്കയുടെ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെങ്കിൽ, മോഡിയുടെ പ്രത്യേകത കപ്പൽ കടന്ന് ഇംഗ്ലണ്ടിലും പോകും, അവിടെ നിന്ന് തിരിച്ച് അമേരിക്കയിലും വരും. ചില പതിറ്റാണ്ടുകൾ ഈ ബ്രിട്ടനെയും അമേരിക്കയും സുവിശേഷ ആത്മാവ് കൊണ്ട് ഇരു കൈകളിലും എടുത്ത് അമ്മാനമാടി മോഡിക്കൊപ്പം ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, സാങ്കി. ഇവർ പോയി കഴിഞ്ഞൊരു കുഴപ്പമുണ്ട്. സാങ്കി പാട്ടാരംഭിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ആളുകൾ പാട്ടിനുള്ളിലേക്ക് കയറും. മോഡിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുക. മോഡിയാണ് പാടാൻ വരുന്നെങ്കിൽ ആളുകൾ വീട്ടിൽ നിന്ന് ഗിറ്റാറും ഡ്രമ്മും ഒക്കെ ആയിട്ട് അവരുടെ സംഗീതോപകരണങ്ങളുമായിട്ടാണ് വരുന്നത്. അവരിനോട് ചേർന്ന് ലയിച്ചങ്ങ് പാടുക.
പാടിയിട്ട് സംഘാടകർ പറയും, മോടി പാട്ട് നിർത്തരുതേ, ഇന്ന് പ്രസംഗം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം. മോടി വലിച്ചു പിടിച്ച് നിർത്തിയെങ്കിലേ പാട്ട് നിൽക്കൂ. സാങ്കി പാട്ട് നിർത്തരുത്. തിരിച്ചിതുപോലെ മോടി പ്രസംഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പറയും, സാങ്കി ഇനിയും പാടല്ലേ, ഈ മോടി പ്രസംഗം നിർത്തരുതേ. ഇവരൊരുമിച്ച് പോയാൽ സത്യത്തിൽ നമ്മുടെയൊക്കെ സ്വഭാവത്തിന് അടിച്ച് പിരിയണ്ട. ഈഗോ ക്ലാഷ് അല്ലേ? അത്തരം വില്ലന്മാരാ നമ്മൾ. എന്താ കാര്യം? ഞാൻ പ്രസംഗിക്കാൻ റെഡിയായി ചെയ്യാൻ പുള്ളി പാട്ട് നിർത്തുന്നില്ലേ, ഇപ്പോൾ എന്തോ ചെയ്യുന്നത്? ഞാൻ ദൂതും പ്രാപിച്ചെന്നാ മറ്റേയാളെന്ത് പറയും? ഞാൻ പാടാൻ ചെന്നാ പുള്ളി പ്രസംഗവും നിർത്തണ്ടേ, എൻ്റെ പാട്ട് കേൾക്കാനാണ് മനുഷ്യൻ വന്നത്. ഇത് രണ്ടിനും അല്ല. നമുക്ക് ഈ സെലിബ്രിറ്റിയെ സൃഷ്ടിക്കുന്ന പണി നിർത്തണം. മനസ്സിലായില്ലോ? പ്രസംഗകനെ, പാട്ടുകാരെ, കൂട്ടുകാരെ എല്ലാം നമ്മൾ സെലിബ്രിറ്റികളായി വാഴ്ത്തിയപ്പോൾ ആത്മീക മൂല്യം തകർന്നു. തിരിച്ചു പിടിച്ചേ പറ്റൂ. നമുക്ക് തിരിച്ചു വരണം. സാങ്കിയെ മറക്കാം, മോഡിയെ മറക്കാം, അവർ ഉയർത്തിയ യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്കൊരുമിച്ച് പ്രസംഗകനെ മറക്കാം, സംഘാടകരെ മറക്കാം, പാട്ടുകാരെ മറക്കാം. നമുക്ക് ആ പാട്ടിൻ്റെ ആനന്ദക്കടലിലൂടെ ഇഴുകി ചേർന്ന് ക്രിസ്തുവിനൊപ്പം നടക്കണം, ജയാളിയായി യാത്ര ചെയ്യണം. അത്തരമൊരു കാലത്തിൻ്റെ തിരിച്ചുവരവിന് നമുക്കിന്ന് രാത്രി പ്രാർത്ഥിച്ച് സജ്ജരാകണം. സ്തോത്രം. അപ്പോൾ പൗലോസ് ഈ സ്ഥലത്തേക്ക് വന്നു, കൊരിന്തിൽ. ഈ കൊരിന്തിലേക്ക് വരുമ്പോൾ ഒരു വിഷയം പറയാം. നിങ്ങളിൽ, എന്നിൽ രൂഢമൂലമായി കിടക്കുന്ന ഒരു പാപത്തിൻ്റെ ബോധമുണ്ട്, പാപത്തിൻ്റെ പ്രസരണമുണ്ട്. അത് വ്യക്തമാക്കാം. ഈ ഭൂതം ഒരിക്കൽ കയറിയ ശരീരത്ത് വീണ്ടും കയറാൻ സാധ്യത ഏറെയാണ്. പ്രകൃതിദത്തമായ ഉദാഹരണം പറയാം. പ്രകൃതിദത്തമായ ഉദാഹരണം, ഒരിക്കൽ ഇടിവെട്ടിയ സ്ഥലത്ത് വീണ്ടും ഇടിവെട്ടാം, സ്ഥലം കളഞ്ഞിച്ച് പോകണം. പവർ കൂടുതലാണ് പിന്നെ വരുന്നത്. എന്താണെന്നറിയണ്ടേ? ഈ സർക്യൂട്ടില്ലേ, അത് കുറെ കൂടെ ശക്തമായി. ഫിസിക്സ് പഠിച്ചവർക്കറിയാതെ ഈ ഇടിമിന്നലുകൾക്ക് വരാനൊരു പാതയുണ്ടല്ലോ, അയ്യോ പറയുന്ന പോലെ, അത് കുറെ കൂടി വഴി കറക്റ്റായി, കണക്ഷൻ കറക്റ്റായി അതിങ്ങനെ കിടക്കുക. അതുകൊണ്ട് അവന് വരാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ നിങ്ങൾക്കിടയിൽ ഈവിൾ സ്പിരിറ്റിൻ്റെ പഴയ ലിങ്ക് കിടപ്പുണ്ട്. എപ്പോൾ അത് പഴയ സ്ഥാനത്ത് വെക്കുമോ അവനിഞ്ഞ് വരും. അത് പറഞ്ഞു വിട്ട ദിവാസൻ്റെ കുഴപ്പമൊന്നുമല്ല, മറിച്ച് ആത്മാവിൽ ശക്തിപ്പെട്ട് ചെറുത്ത് തിരിച്ചു നിന്ന് അവനോട് പോരാടി ജയിക്കണം. അത് ഭൂതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തരം തിന്മകളിലും ഇത്തരമൊരു തിരിച്ചുപോക്കിൻ്റെ ആത്മാവ് എവിടെയോ കിടപ്പുണ്ട്. പെട്ടെന്ന് കോപിഷ്ഠരാകുന്നവർ, ഏഷണി പറയുന്നവർ, സഭയിൽ പ്രശ്നമുണ്ടാക്കുന്നവർ, ഈഗോ ഉള്ളവർ, ഇതൊക്കെ ഒരിക്കലായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞാലും ആ ട്രെൻഡ്, ആ ടെൻഡൻസി, ആ പ്രവണത കിടക്കുകൊണ്ട് എന്നും ഉണ്ടാകണം സമരം. പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ യുദ്ധം കഴിഞ്ഞു. നമ്മളെ അവരൊന്ന് പെരുമാറി, നമ്മളും തിരിച്ചടിച്ചു. പക്ഷെ പട്ടാളം അവിടെ നിന്ന് പോന്നിട്ടില്ല. കാരണം എന്താ? നമുക്കറിയാം അവന്മാരാരാന്ന്. ഇട്ടിട്ട് പോന്നാൽ നുഴഞ്ഞു വരും. അതുകൊണ്ട് പ്രതിരോധം ശക്തമാക്കണം. പ്രതിരോധം ശക്തമാക്കാത്ത ഇടത്ത് ഇത്തരം സ്പിരിറ്റുകൾ കടന്നു വന്ന് ഇടപഴകും. അതുകൊണ്ടാണ് ചിലക്ക് പഴയ ലാഭക്കുതി വിശ്വാസത്തിൽ വന്നാലും വിട്ടുപോകത്തില്ല. ആത്മീയർക്കെങ്കിലും പണ്ട് കിട്ടിയ നേട്ടങ്ങളുടെ ആ വഴി തിരിച്ചു കിട്ടണം. പണ്ട് ഞാനായിരുന്ന ഇടത്ത് അവിടെ പ്രധാനിയായിരുന്നു, എനിക്കിവിടെയും പ്രധാനിയാകണം. പണ്ട് ചില ആളുകൾ ഈ മുമ്പേ പറഞ്ഞ പോലെ ഗുഡ് വില്ലിന് വില പറഞ്ഞ്, പ്രശസ്തി മൂല്യത്തിന് വില പറഞ്ഞ് നിങ്ങൾ പാടാൻ വന്നാൽ, നിങ്ങൾ സെലിബ്രിറ്റിയായി എന്ന അനുഭവത്തിൽ പ്രസംഗിക്കാൻ വന്നാൽ ആ ലിങ്ക് കറക്റ്റാകാണ്. ദൈവത്തിന് ഇടപെടാൻ പറ്റാതെ, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ സ്ഥിതിഗതികൾ മാറും. അപ്പോൾ പൗലോസ് കൊരിന്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. ആ പ്രവണത ദൈവാത്മാവ് വെളിപ്പെടുത്തി ഓരോ പോയിന്റിലും നേരിട്ടിരിക്കുന്ന സാത്താന്യ ശക്തികളുടെ ആധിപത്യം എത്ര വലുതാ പ്രസംഗിച്ചു. ചിലരെ കിട്ടി, ഒരു സഭ സജ്ജീകരിച്ചു.
ആ സഭ ശക്തിപ്പെടുത്തി അടുത്ത ഇടത്തേക്ക് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായി കടന്നുപോയി. കാലമേറെ കഴിഞ്ഞ് ഞാനും നിങ്ങൾ അറിയുന്ന മാസിഡോണിയയിലെ ഒരു ജയിൽ മുറിയിൽ വെച്ച് കേട്ടു, ഈ കൊരിന്ത് സഭ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്നു. നമ്മൾ കേൾക്കുന്നത് പോലെയല്ല ആ പ്രശ്നം. നമ്മളൊക്കെ സഭയിൽ പ്രശ്നം ഉണ്ടായിട്ട് പറയും കോരിന്തി പണ്ട് ഇതുപോലൊക്കെ ആയിരുന്നു. നമ്മുടെ പ്രശ്നമൊന്നും അല്ല അവിടെ. അവരുടെ പ്രശ്നമൊക്കെ കുറേ ഐഡിയോളജിക്കലാണ്, നേതൃത്വപരമായ കാര്യമൊന്നുമല്ല, ഐഡിയോളജിക്കൽ. മാത്രമല്ല ആ സഭയിൽ നല്ല മാന്യന്മാരുണ്ടായിരുന്നു. അതിലൊരു മാന്യൻ്റെ പേരാണ് ക്ലോവ. വചനം പറയാം, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് എനിക്ക് ക്ലോവയുടെ ആളുകളാൽ അറിവ് കിട്ടി. കണ്ടോ, ക്ലോവയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയും പ്രത്യേകത എന്താ? ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട ആൾ പൗലൂസാണെന്നറിഞ്ഞ് അവിടെ കൊണ്ടറിയിച്ചു. നമ്മളെന്താ ചെയ്യുന്നത്? അങ്ങാടിക്കലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഫേസ്ബുക്കിൽ അതെടുത്തിടും. നമ്മളെക്കാൾ അതപ്പതിച്ച ഒരു 50 പേര് അവിടെ വന്ന് കമൻ്റ് ഇടും. പരിഹാര വഴി അതല്ല, എത്തേണ്ട ഇടത്ത് എത്തിച്ചാൽ മതി. പക്വതയുള്ള പ്രാർത്ഥനയുള്ള ഒരാത്മീയൻ്റെ അരികിൽ എത്തിച്ചാൽ മതി. ഇവിടെ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്, അത് പറയാം. വലിയ ജോലി, ആർക്കും ചെയ്യാനാവാത്ത ജോലി. തകർന്ന കുടുംബങ്ങൾ, തകർന്ന ജീവിതങ്ങൾ, മദ്യം നശിപ്പിച്ച വീടുകൾ, ഇവരൊക്കെ ഓടിപ്പോകുന്നൊരു സ്ഥലമുണ്ട്, കൗൺസിലിംഗ് സെൻറ്റർ. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, എല്ലാ കൗൺസിലിങ്ങും തൊലിപ്പുറത്തെ ചികിത്സയാണ്. കാരണം അന്തരാത്മാവിലെ മുറിവ് കെട്ടാൻ ആ ചികിത്സയ്ക്ക് ഒന്നും ശക്തി പോരാ. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവരങ്ങോട്ട് പോകുകയാണെങ്കിൽ അന്തരാത്മാവിലെ മുറിവിണക്കുന്ന ചൈതന്യം യേശുവിൻ്റെ സുവിശേഷത്തിനേ ഉള്ളൂ, ദൈവാത്മാവിൻ്റെ ചൈതന്യത്തിനേ ഉള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അത് പരിഹരിക്കാൻ പറ്റൂ. നാളുകളായി ഏറ്റിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലെ മുറിവിനെ പരിഹരിച്ച് നിരപ്പിക്കുന്ന പ്രക്രിയ ചെയ്യാൻ ആത്മാവിൻ്റെ ശുശ്രൂഷയുള്ള ദൈവമക്കൾക്ക് സാധിക്കൂ. അവർ ഏഷണി പറയില്ല, അത് പുറത്തു പറയില്ല. ആ നോവ് സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് ആ കുടുംബത്തെ പണിയും, ആ വ്യക്തിയെ പണിയും, ആ സമൂഹത്തെ പണിയും. കാരണം ഉറക്കമില്ലാത്ത രാവുകളിൽ ഞാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുക്കിയ ആ ദൈവത്തിന്റെ സഭ ഇത് അധപ്പതനത്തിലേക്ക് പോകുന്നു. ദൈവമക്കളെ, ഞാനും നിങ്ങളും സഭ നേരിടുന്ന പ്രതിസന്ധിയിൽ മാറി നിന്ന് പരിഹസിക്കാറുണ്ട്, മാറി നിന്ന് കളിയാക്കാറുണ്ട്. പോരാ, ഒരാത്മവേദന കൊണ്ട് അന്ന് രാത്രി മുഴങ്കാലിരിക്കുന്നവന്റെ പക്കൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. വിമർശിക്കുന്നവരെക്കാൾ മുഴങ്കാലിരിക്കുന്നവർക്കുള്ള പരിഹാരം ഒരു വലിയ ദൈവപ്രവൃത്തിയാ. ദൈവമേ, സഭയുടെ മുറിവ് കെട്ടണം, സ്ഥാപനത്തിന് മുറിവ് കെട്ടണം. ഞങ്ങളുടെ ഓഫീസുകളിൽ, ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ, ഞങ്ങളുടെ ദൈവദാസന്മാർക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്റെ ചൈതന്യമയക്കണമേ. ഒരു വലിയ മാറ്റം, ആ വലിയ മാറ്റത്തിൻ്റെ നാന്ദിയെ സൃഷ്ടിക്കാൻ നമ്മുടെ പ്രാർത്ഥനാ മുറിക്ക് കഴിയും എന്നുള്ള ഉറപ്പാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് പൗലോസ് എന്ന മനുഷ്യൻ്റെ അരികിലെത്തി. പൗലോസ് എത്തിയപ്പം മനഃശാസ്ത്രപരമായിട്ടൊന്നും ഇടപെട്ടില്ല. എൻ്റെ കാരണം കൗൺസിലിംഗ് ചെയ്യാൻ്റെ പ്രശ്നം, അവൻ എന്നെ മണക്കാൻ പറ്റിയില്ല, അച്ഛനെ മണക്കാൻ പറ്റിയില്ല, നമ്മുടെ സാങ്കുട്ടി പാസ്റ്ററെ മണക്കാൻ പറ്റിയില്ല. എല്ലാവരോടും മുഖസ്തുതി പറഞ്ഞു പറയും, അച്ഛൻ അതെല്ലാം ഇവിടുത്തെ കാര്യം. എന്നോട് പറയും, പണ്ടൊരിക്കൽ ഒരു സഭയിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആ ലോക്കൽ പാസ്റ്റർ ആകം അടുത്തു. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് പാസ്റ്ററെ തൊടുമല്ലോ. ഡിസ്ട്രിക്ട് പാസ്റ്റർ വന്നപ്പോൾ ഒരു കുടുംബത്തിലെ വിഷയം കാര്യം ചോദിച്ചു വന്നപ്പോൾ ആൻറ്റിയെ വിളിച്ചു, ആ സഹോദരിയെ വിളിച്ചു. കുഞ്ഞെ, എന്താ പ്രശ്നം? അച്ഛാ, ഇവിടെ ഈ മനുഷ്യന് പ്രാർത്ഥനയില്ല, ആത്മീയ ജീവിതമില്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശല്യം ചെയ്യുക, പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യന് ഇഷ്ടമല്ല. അച്ഛൻ പറയാം, എൻ്റെ ഭാഗത്ത് കുഞ്ഞു ആ പറഞ്ഞത് ഒന്നും തെറ്റല്ല, കുഞ്ഞു പറഞ്ഞതാ കാര്യം. ഈ മനുഷ്യനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, ഈ പ്രാർത്ഥിക്കുന്ന നല്ല വിഷയം. ഞാൻ ഈ കടയിലെ പണിയും കഴിഞ്ഞ്, ജോലിയും കഴിഞ്ഞ്, ഓഫീസുകാർക്കും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചായ തരാതെ, വെള്ളം തരാതെ അവളിരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആർക്കാച്ചാ അരിശം വരാത്തേ? ഇത് കേട്ടപ്പം അച്ഛൻ പറഞ്ഞു, കുഞ്ഞു പറഞ്ഞ അതിൻ്റെ കാര്യം. ഇപ്പോൾ ലോക്കൽ പാസ്റ്റർ പറഞ്ഞു, ഒരു തീരുമാനം ഇല്ലാതെ നീക്കി പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ പോകരുത്, ഈ രീതി പോയാൽ ഇവരെ വീടും തകരും, നമ്മുടെ സഭകൾ പൂട്ടേണ്ടി വരും. അപ്പോൾ പറയാ, പാസ് പറഞ്ഞാ സത്യം, എല്ലാം ശരിയാ. ഇവർക്ക് ഇന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, മൊത്തം ശരിയാ. അത് ശരി, ഇത് ശരി, അത് മൊത്തം ശരി. അതാ കൗൺസിലിംഗ് ആണ്.
നമ്മളെ തന്നെ ഇരുത്തി കുറേ കഥകൾ പറയും, അവരെ തന്നെ ഇരുത്തി കുറേ കഥ പറയും. അത് നിങ്ങൾ കാണണമെങ്കിലേ ഈ നമ്മുടെ ചില ചാനലുകളിൽ ഈ തകർന്നു പോയ കുടുംബങ്ങളെയൊക്കെ യോജിപ്പിക്കുന്ന കുറേ പ്രോഗ്രാമുകളുണ്ട്. അടിച്ചു പിരിഞ്ഞ ഭാര്യയും ഭർത്താവിനെയൊക്കെ. അതിലൊരു ചാനലിൽ ആങ്കർ ചെയ്യുന്നത് നമ്മുടെ ഒരു മുൻ മന്ത്രി ഗണേശനാണ്. ഇപ്പോഴും മന്ത്രിയാണല്ലേ? സാറാ, നല്ല മന്ത്രി കേട്ടോ, ചുമ്മാ പറഞ്ഞല്ല. ജോലി എന്താ? തകർന്നു പോയ കുടുംബങ്ങളെയൊക്കെ നേരെയാക്കുക. മറ്റൊരു ചാനലിൽ ഒരു 3 കല്യാണം കഴിച്ചിട്ടും വിജയിക്കാതെ പോയ വേറൊരു നടിയാണ്. മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവർക്ക് എങ്ങനെ ജീവിതം പോകണമെന്നറിയാം, അതവർ പറഞ്ഞു തരും. ഇതാണ് കൗൺസിലിംഗ് എങ്കിൽ പൗലോസ് ചെയ്തത് ജഡത്തിൽ ആശ്രയിച്ചൊരു മറുപടിയല്ല, ഇത് മുഴുവൻ കേട്ടിട്ട് പറയുകയാണ്. പ്രശ്നമൊക്കെ കേട്ടു, ഗ്രൂപ്പിസത്തെക്കുറിച്ച് കേട്ടിട്ട് ഉചിതമായൊരു നടപടി എടുത്തുകൊണ്ട് 5 ലേഖനങ്ങളാണ് ആകെ എഴുതുന്നത്. അതിൽ 2 നമ്മുടെ പക്കലുണ്ട്. 1 കൊരിന്ത്യർക്കും 2 കൊരിന്ത്യർക്കും ഇടയിലൊരു കൊരിന്ത്യലേഖനം ഉണ്ടാകുന്നു. നമുക്ക് 2 മതിയെന്ന് പരിശുദ്ധാത്മാവിന് തോന്നി, ബാക്കിയൊക്കെ അവർക്കുള്ളതാ. അത് നമുക്ക് വായിച്ചിട്ട് നമ്മൾ കുറേ കൂടെ പ്രശ്നം ഉണ്ടായി പോകുന്നോർത്ത് തരാതിരുന്ന പോട്ടെ. 5 ലേഖനമുണ്ടെന്ന ചരിത്രം, നമുക്ക് 2 മതി. അല്ലെ 2-ാം ലേഖനത്തിലേക്ക് കിടക്കുക. ഇതിന് മുമ്പൊരു വിഷയം, പൗലോസ് കാർക്കശ്യ ബുദ്ധിയുടെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആ സഭയിലെ ഏറ്റവും പ്രബലനായ ഒരു ചെറുപ്പക്കാരനെ, സമ്പന്നനായ ഒരു പിതാവിൻ്റെ മകനെ അവിടെ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. അവനെ നീക്കണം എന്ന് കേട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു അത് വലിയ ഗുലുവാലാകും, നമ്മളിപ്പോൾ തൊടണ്ട. ഞാൻ വല്ല അവിടുത്തെ ലോക്കൽ പാസ്റ്ററെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഒരു മാറ്റം അങ്ങ് മേടിക്കും. വിഷയം ചോദിച്ചു എന്ന് പറയും, ഞാനിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അത് പോയതാ, ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. തൊലിപ്പുറത്താ ചികിത്സ, അടുത്തിട്ട് കിടക്കുക, പൊട്ടാനിരിക്കുന്ന ബോംബ്. മാറാൻ പറ്റിയ സമയമല്ല, പരിഹരിച്ചിട്ടേ പോകാവൂ. അടുത്ത് വരുന്ന നിഷ്കളങ്കന്റെ തലയിൽ ഇത് അടിച്ചിട്ട് പോകാൻ ശ്രമിക്കരുത്. അതൊരു കൃപയാണ്. തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നേ. അവിടെ വച്ചായിരിക്കും നമ്മുടെ ആ കൃപ ദൈവം ജ്വലിപ്പിച്ചിട്ട് ഈ പ്രശ്നത്തെ ജയിക്കാനുള്ള കൃപ തന്നിട്ടാകും ദൈവം നമ്മളെ അടുത്തിടത്തേക്ക് അയക്കുന്നത്. നമുക്ക് ബലിയാടാകേണ്ടി വന്നാലും ആ പ്രവൃത്തി തീർത്തിട്ട് പോയാൽ മതി. അപ്പം സഭ ഭിന്നിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ പൗലോസ് സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും, കാര്യം നമ്മുടെ സഭ സ്ഥാപിച്ചെങ്കിലും, പത്രോസല്ലേ ശരിക്കും അപ്പോസ്തലൻ? പത്രോസിന്റെ ആധികാരികത പൗലോസിനുണ്ടാകുമോ? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞ് ചുമതലപ്പെടുത്തിയത് പത്രോസിനെയല്ലേ? ഈ പൗലോസ് ആര്? ചോദ്യം ശക്തിപ്പെട്ടു വന്നപ്പോൾ ആ ചോദ്യത്തെ പൂരിപ്പിച്ചുകൊണ്ട് മറ്റൊരു ശബ്ദം കൂടെ വന്നു, പൗലോസ് അപ്പോസ്തലനാണോ? എന്നാ പൗലോസ് പറഞ്ഞു, ഞാൻ അപ്പോസ്തലനല്ലയോ? ഇപ്പം ഞാനോ നിങ്ങളോ അപ്പോസ്തലനാണോ എന്ന് തെളിയിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. കുമ്പനാടൊന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാം. മുളക്കുഴി നോക്കി ഓരോ കാർഡ് നമുക്ക് തരുമല്ലോ, ഇതാണ്. പക്ഷെ പണ്ടത് നടക്കുകയില്ല. കാർഡ് കാണിച്ചാണ്. ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത കാലത്ത് ആരോട് ചോദിച്ചു എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചു, പറഞ്ഞു കാർഡ് പൂരിപ്പിച്ച് കൊടുത്താണ്. അപ്പോൾ കാർഡ് പൂരിപ്പിച്ച് രക്ഷിക്കപ്പെടാം, കാർഡ് കാണിച്ച് അപ്പോസ്തലത്വം തെളിയിക്കാം. ഇതെല്ലാം രേഖ വഴി സംസാരിക്കുന്നൊരു കാലത്തെ നമുക്കൊന്ന് തിരിച്ചു വരണം. പൗലോസിനോട് ക്ലോവയുടെ ആളുകൾ പറയും, അച്ഛാ സീരിയസാ കാര്യം. അച്ഛൻ പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല. ഘട്ടം കഴിഞ്ഞു പോയച്ചാ, വഷളയച്ചാ സ്ഥിതി. പറയൂ. അതേ, അവർ പറയുക, അങ്ങ് അപ്പോസ്തലനാണോ? സങ്കടം വന്നച്ചാ അത് കേട്ടിട്ട്. കഷ്ടപ്പെട്ട് കൊരിന്തിൻ്റെ മണ്ണിലൂടെ പലവട്ടം പട്ടിണി സഹിച്ച് ഉപവസിച്ച് നീ നേടിയെടുത്ത ആത്മാക്കൾ നിനക്ക് നേരെ നാരായ വിരൽ ചൂണ്ടുന്ന പോലെ ഇങ്ങനെ ചൂണ്ടി ഇത്തരം ശബ്ദം പുറപ്പെടുവിച്ചപ്പോഴേ നിരാശ വന്നു, വേദന വന്നു, ദുഃഖം വന്നു. പക്ഷെ പൗലോസ് വിട്ടില്ല. നമ്മളാണെ മടുത്തിട്ടിട്ട് വിട്ടു പോരും. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പോഴൊക്കെ നമ്മളെ
മടുപ്പിക്കുന്ന വിധത്തിൽ പിശാച് 100 ശബ്ദങ്ങൾ കൊണ്ടുവരും, 100 ആശയങ്ങൾ കൊണ്ടുവരും, 100 ശബ്ദങ്ങൾ കൊണ്ടുവരും. അപ്പോഴൊക്കെ അഭിഷിക്തൻ ജയിക്കണം. കാരണം ആ മടുപ്പിന്റെ തൊട്ടടുത്ത് എൻ്റെ പക്കൽ ഒരു വിടുതൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വിളിപ്പാടകലെ എൻ്റെ പ്രത്യാശ എന്നെ കാത്തിരിപ്പുണ്ട്. ഞാൻ എൻ്റെ കർത്താവ് ഭരമേൽപ്പിച്ച ഈ ശുശ്രൂഷ ദൗത്യത്തിലൂടെ ഇതിൽ മീതെ ജയമെടുക്കുമെന്ന ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കരുത്തുറ്റതാക്കണം. ഞാൻ അതിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, പൗലോസ് അവരോട് പറയുക, ഈ വിശദീകരണങ്ങൾക്കിടയിൽ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചെയ്തു നുറുക്കി. നമ്മളിത് വായിക്കാറുണ്ട് കർത്തൃമേശയ്ക്ക്. പക്ഷെ ഞാൻ ആ രംഗത്തിന് മറ്റൊരു ഭാഷ്യം ചുമക്കുക. കൊരിന്ത് സഭയിൽ വായിക്കാൻ നിയോഗിക്കപ്പെട്ട ആൾ ഈ നിർദ്ദിഷ്ട ഭാഗം 1 കൊരിന്ത്യർ 11:23 മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങിയപ്പോൾ സഭയിലൊരാൾ പറഞ്ഞു, നിക്ക് ഇപ്പൊ വായിച്ച ഭാഗം എന്താ? ഞാൻ കർത്താവെങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. ഒന്ന് നീക്കണേ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു. ആര് പറഞ്ഞു? പൗലോസോ? കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പൗലോസ് എവിടാണ് പൗലോസ്? സഭയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, ശരിയാണല്ലോ. അടുത്തവൻ ചാടി എന്നിട്ട് പറയാ, ഇനി അത് വായിക്കണ്ട. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പൗലോസ് അവിടെ ഇല്ല. അടുത്തവൻ പറയാ, പൗലോസ് അതിന് പുറത്താ. അടുത്തവൻ പറയാ, പൗലോസ് അതിന് എതിരാ. അകത്തില്ല, പുറത്താണ്, എതിരാണ്. ഇത് കണ്ടിട്ടില്ലാത്തവൻ, അപ്പം ഭക്ഷിച്ചിട്ടില്ലാത്തവൻ, ആ സ്ഥലം എന്തെന്നറിയാത്തവൻ എഴുതി വച്ച ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ ഇത് ശരിക്ക് ബോധവൽക്കരിച്ചാൽ പൗലോസിന്റെ പക്ഷമെന്ന് പറയുന്ന പക്ഷം പോലും അസ്തമിച്ചു പോകും. അത്ര ശക്തമായ ലോജിക്ക, അത്ര ശക്തിമത്തായ ഒരധ്യായം അവർ തുറന്നു വെക്കുന്നതെങ്കിൽ പൗലോസ്ലിയുടെ വാക്ക് കേട്ടോ. സഹോദരന്മാരെ, ഇരിക്കിരിക്കിരിക്ക് ശാന്തമാകുന്നേ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ ഞാൻ അവിടെ ഇല്ല. ഞാൻ ആ അപ്പം കഴിച്ചിട്ടില്ല, ഞാൻ ആ വീഞ്ഞു കുടിച്ചിട്ടില്ല, ഞാൻ ആ കൂട്ടായ്മയ്ക്കുള്ളിലില്ല, ഞാൻ അതിൻ്റെ പുറത്താ. ഞാൻ ആ ലോകം കണ്ടിട്ട് പോലുമില്ല. കണ്ടവരിൽ കുറെ ആളുകൾ മരിച്ചിരിക്കാം. കുറഞ്ഞ പക്ഷം ഒരു 8-10 പേരെങ്കിലും ഉണ്ടല്ലോ. ആ 10 പേരെയും നിങ്ങൾ സന്ധിക്കണം. അപ്പം കഴിച്ച, പാട്ടുപാടിയ, സ്തോത്രം ചൊല്ലിയ, ക്രിസ്തുവിൻ്റെ ഓരം ചാരിയിരുന്ന ആ സുപ്രധാന രാത്രിക്ക് സാക്ഷ്യം വഹിച്ചവരെയൊക്കെ അണിനിരത്തണം. ഞാനൊരു കാര്യം അഖണ്ഡിതമായി പറയാം, അവിടെ ചെന്നിരുന്നവനേക്കാൾ, അപ്പം ഭക്ഷിച്ചവനേക്കാൾ, അതിൻ്റെ ഭാഗവാക്കായതിനേക്കാൾ കൃത്യമായി ഞാൻ വിളിച്ചു പറയാം, അന്ന് രാത്രി എന്തു നടന്നു, എന്ത് സംഭവിച്ചുവെന്ന് ഒരുവന്റെയും സഹായമില്ലാതെ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരോടല്ല, സ്വർഗസ്ഥനായ പിതാവിനാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ച ക്രിസ്തുയേശുവിന്റെ ആത്മാവിനാൽ ഞാൻ കാണാതെ പറയാം, അന്ന് രാത്രി എന്ത് നടന്നെന്ന്. കണ്ടവന് പറയാൻ കഴിയാത്തത് കാണാത്തവനായി നിന്നുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ പേരാണ് അകത്ത് തട്ടിയ ദർശനം. ഇതുള്ളവന് മാത്രമേ ഇനിയുള്ള കാലത്ത് യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിയൂ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ പോകാൻ ഇന്ന് എത്ര പേർ സമർപ്പണം ചെയ്യും. ആരും അടിക്കാത്ത കുരുക്കുകൾ അഴിച്ച്, ഇതുവരെ കാണാത്ത നിഗൂഢ മർമ്മങ്ങളുടെ പൊരുളുകൾ അഴിച്ച് തമ്പുരാൻ നമ്മെ കൊണ്ടെത്തിക്കാൻ കാത്തുവച്ചിരിക്കുന്ന ഒരിടമുണ്ട്. അവിടേക്കുള്ളൊരു ജൈത്രയാത്രയ്ക്ക ഈ 2026 ഭക്തം തയ്യാറെടുക്കേണ്ടത്. അതുകൊണ്ട് ഒന്നുറപ്പിക്ക, എൻ്റെ പ്രസംഗത്തിൻ്റെ മൂർച്ച, എൻ്റെ വാക്കുകളുടെ ശക്തി, എൻ്റെ പ്രാർത്ഥനയുടെ ആഴം, എൻ്റെ പാട്ടിൻ്റെ ചിന്താധാര, അത് നിയന്ത്രണങ്ങൾക്ക് അതീതമായി പരിശുദ്ധാത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കും.
നിൽക്കുന്ന ഒരു പുതിയ വർഷത്തിലേക്കുള്ള കുതിച്ചു ചാട്ടമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. അവിടെയാണ് ഉണർവിൻ്റെ വ്യാപനം. അപ്പോൾ ഇവരെ കൃത്യം പഠിപ്പിച്ചു വന്നു. വേറൊന്ന് കേൾക്കണ്ടേ? ഇതിലാ മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റി പറയുന്നേ. ഒത്തിരി സംഭവങ്ങളുടെ ഒരു വലിയ രൂപരേഖ ആ ലേഖനങ്ങൾ രണ്ടും. ഒടുക്കം നമ്മൾ വായിച്ചിടത്തെന്താ പറഞ്ഞേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. എന്നിട്ട് ഓപ്പോസിറ്റ് വീടെടുത്തു. പഴയത് കഴിഞ്ഞു. രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയത് അതിനുപയോഗിച്ചൊരു പദമുണ്ട്, കൈനോസ്. അതിൽ നിന്ന് ന്യൂ എന്ന പദം ഉണ്ടാവില്ലോ, പുതിയത് കൈനോസ്. ഓപ്പോസിറ്റ് പദം നിങ്ങൾക്കും പരിചയമുള്ളതാ, ആർക്കിയോസ്, ആർക്കിയോളജി. ഈ പദമൊക്കെ വന്നതാ. പഴയതിനെ പാടേ കഴിഞ്ഞു, അതിനെ ആർക്കൈവ്സിലാക്കി, അതിനെ കളഞ്ഞു. ക്രിസ്തുവിലാകുന്നതോടെ എൻ്റെ പഴയ മനുഷ്യനെ നിരാകരിച്ചു മാറ്റി, പഴയ തിന്മയെ മാറ്റി. അപ്പോളോയുടെ മുമ്പിൽ, അഫ്രോഡിറ്റസിന്റെ മുമ്പിൽ ഭൂതകാലത്ത് ചെന്നിരുന്ന് പ്രാപിച്ചെടുത്ത തിന്മയുടെ പൈശാചിക ബോധമില്ലേ, അതിനെ എന്നേക്കും നമസ്കരിച്ചിട്ട് ക്രിസ്തുവിൻ രക്തത്താൽ ശക്തിപ്പെട്ട് ക്രൂശിൽ നിന്ന് പ്രാപിച്ച, ക്രൂശിക്കപ്പെട്ടവനിൽ നിന്ന് പ്രാപിച്ച ആ ചൈതന്യം കൊണ്ട് ഞാനൊരു പുതുമനുഷ്യനാക്കി. ഉലകമേ അറിയുക, ഞങ്ങൾ പറയുന്ന സുവിശേഷം ലോകത്തെ നവീകരിക്കുന്നതാ, വ്യക്തിയെ നവീകരിക്കുന്നതാ. അത് വീണ്ടും തന്നെ അനുഭവത്തിൻ്റെയാ. അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞും ആസ്വദിച്ചും ഞങ്ങൾ ഗ്രഹിച്ച ആ സുവിശേഷത്തിന്റെ പരിശുദ്ധി, ആ സന്ദേശം ലോകത്തോട് ഇങ്ങനെ പറയാ: മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തെ ഉയർത്താനുള്ള സന്നദ്ധതയാണ്, ഒരുക്കമാണ് ആ നവീകരിക്കപ്പെട്ട അനുഭവം. ആ നവ്യാനുഭവം എന്തെന്ന് പറയാം. നമ്മൾ ചിലതരം പരീക്ഷകൾ പാസ്സായിരിക്കുന്ന ഒരു കുട്ടിയുടെ അനുഭവത്തിലാണ് ഇപ്പം. 9 റിസൾട്ട് വന്ന മോനോട് നമ്മൾ ചോദിക്കുക, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സത്യം പറഞ്ഞാൽ അവൻ 10 തുടങ്ങിയില്ല, 9 ഒന്ന് പറയാൻ നോക്കുകയില്ല. അപ്പോൾ പറയും 10ലേക്ക്. നമ്മളിപ്പോൾ അന്യരും പരദേശികളുമാ, സ്വദേശത്തേക്ക്. ജയമെടുത്താൽ ഇവിടെ ഇരിക്കുന്ന അങ്ങോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുക. എല്ലാം റെഡിയാ, പക്ഷെ ഇതുവരെ ആ സ്റ്റാറ്റസ് കൈവരിച്ചിട്ടില്ല. അങ്ങോട്ട് എത്തണം. ആ സ്റ്റാറ്റസ് എന്താ? എങ്ങനെ ക്രിസ്തുവിലൊരുവന് പുതുമ കിട്ടുന്നത്? അതിൻ്റെ അർത്ഥം പലരും ധരിച്ച പോലൊരു ധാരണയല്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്ന പോലെ പഴയ രൂപവും പഴയ ആളും പാടെ പോകുന്നേ അല്ല. ആ ശരീരം തന്നെ, ആ വ്യക്തി തന്നെ, മാറ്റമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നോ ആ വ്യക്തിയാണ് ഇപ്പോഴും. പക്ഷേ അതിൻ്റെ ചില പാപഭംഗിലമായ അവസ്ഥാവിശേഷങ്ങളോട് പോരാടി ആർജിച്ച ഒരു നവീകരണമുണ്ട്. അതല്ല പുതുമ. പിന്നെന്താണെന്നറിയണ്ടേ? അതിലും ശ്രേഷ്ഠമായൊരവസ്ഥാവിശേഷത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് പുതുമ. മനസ്സിലായോ? പറയാം. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ വസ്ത്രധാരണം. അങ്ങനെയല്ലേ? ചെങ്ങന്നൂർ ചന്തയിൽ മീൻ വാങ്ങാൻ പോകുമ്പോൾ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പോവോ? ഇല്ല. അങ്ങനെ ചെന്നാൽ നിയമവിരുദ്ധമൊന്നുമല്ല. അവൻ മത്സ്യം തരാതെ ഇരിക്കില്ല. തിരിച്ചു പോകുമ്പോൾ അവൻ ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കും, ഏവൻ യാരടേ. കാരണം അവിടേക്കാ വേഷം വേണ്ട. നമ്മൾ സിമ്പിളാണെന്ന് പറഞ്ഞാൽ നാട്ടിൽ ധരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് എയർപോർട്ടിൽ ചെന്നാൽ കയറ്റി വിടത്തില്ല. ചില ഹോട്ടലിൽ ചെന്നാൽ ഫുഡ് കിട്ടത്തില്ല. കാരണം എന്താ? ഇയാൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. കോണ്ടിനെൻ്റൽ ഹോട്ടലൊക്കെ ചെന്നാൽ നമ്മളെങ്ങോട്ട് കയറ്റത്തില്ല. ഏതാണ്ടൊരു അപാകത ഇയാൾക്കുണ്ടെന്ന്. ചില കോൺഫറൻസിൽ കയറ്റത്തില്ല. കാരണം ഡ്രസ് കോഡുണ്ട്. ഏതാണ്ടൊരു അപാകത. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഗൗരവമനുസരിച്ച് പുതുമ ജീവിതത്തിൽ സംഭവിക്കുന്നു. പരദേശവാസികളായ നമുക്ക് വലിയൊരു പുതുമ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരു വലിയ പുതുമ. നമുക്കത് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ അപ്പോസ്തലൻ പറയുക, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു, ആർക്കൈവ്സിൽ തള്ളി. അതെന്താണ് ആ പുതിയത്? പറയാം.
വീണ്ടെടുപ്പ് എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ട്. അക്ഷരാർത്ഥം എന്താ? ഇപ്പം ഈ ഒരു വസ്തു ഈ പുൽപ്പിറ്റിൽ നിന്ന് താഴേക്ക് വീണു, അതിനെ എടുത്ത് ഇവിടെ വച്ചാൽ അത് വീണ്ടെടുപ്പാണ്. പഴയ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യുക, അതാണ് വീണ്ടെടുപ്പ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അതല്ല. നഷ്ടപ്പെട്ടിടത്ത് നിന്ന് നമ്മളെ പുനഃസ്ഥാപിക്കുന്നതാണോ വീണ്ടെടുപ്പ്? അല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഏതൻ വരെ ചെല്ലാൻ പറ്റൂ. നമ്മളെ അവിടെ നഷ്ടപ്പെട്ട ഏതനിലേക്കല്ല നമ്മുടെ പോക്ക്. ഏതനല്ല നമ്മുടെ വാഗ്ദത്തം. നമ്മുടെ വാഗ്ദത്തം എന്താ? ഭർത്താവിനായി അലങ്കരിച്ച കന്യകയെപ്പോലെ പുതിയ യെരൂശലേം എന്ന മഹാനഗരം ഇറങ്ങി വരുന്നത് കണ്ടു. പുതിയ സൃഷ്ടിക്ക് പാർക്കാൻ പഴയ ഏതനല്ല, പുതിയ യെരൂശലേം. അതാ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം. അതെങ്ങനെ വീണ്ടെടുപ്പാകും? നമ്മുടെ ആദമുണ്ടല്ലോ, നമ്മുടെ പൂർവികൻ, അങ്ങേർക്കും വെച്ച അതായിരുന്നു. ചിലർക്കത് പിടികിട്ടൂല. ഏതനിലായിരുന്ന ആദമിനും ഹൗവയ്ക്കുമൊക്കെ ഭക്ഷിക്കാൻ തന്നെയാണ് ഈ വൃക്ഷവും ഫലവും ഒക്കെ അവിടെ വച്ചത്. ആദം ഹൗവമാർക്കുള്ളതായിരുന്ന ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലവും അവർക്ക് തന്നെ ഉള്ളതാ. പക്ഷെ ഇപ്പോഴല്ല. തെളിവെന്താ? ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇപ്പോഴല്ല, വെയിറ്റ് ചെയ്യും. സന്താനപുഷ്ടിയുള്ളവനായി മനുഷ്യൻ പെറ്റുപെരുക്കി വർദ്ധിച്ച് ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതിയായ അവനോടൊപ്പമുള്ള സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ദൈവമിട്ട പദ്ധതിയുടെ വഴിത്താരയിലെ ഒരു സംഭവം മാത്രമാണ് ഈ കാണുന്ന മനോഹരമായ ജീവവൃക്ഷത്തിൻ്റെ ഫലവും ഒക്കെ നമുക്കുള്ളതാ. അല്ല ചുമ്മാ കാണാൻ വെച്ചല്ല, സമയമെത്തില്ല. അതിൻ്റെ ആ പദ്ധതി ആദം ഹൗവമാർ തകർത്തു. അവരതിൽ നിന്ന് അന്യമായി. ദൈവത്തിൻ്റെ പദ്ധതി തീർത്തുന്നല്ല, അവരുടെ മീതെയുള്ള പദ്ധതിക്ക് അവരനർഹരായി പുറത്തു കിടന്നപ്പോൾ ഏദൻ എന്ന സിസ്റ്റം മാറ്റി. അവിടെ പഠിക്കണം, യഹോവയായ ദൈവം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. അതിന് നമ്മൾ ഏദൻ തോട്ടം എന്ന് പറയുമ്പോഴും ഏദനിൽ ഒരു തോട്ടം, ഗ്യാൻ എലോഹീം, അത് ഏദനിലാണ്. അവിടുന്ന് പുറത്തുപോയി. പുറത്തു പോയവനെ തിരിച്ചെടുത്ത് ഏദനിൽ വെച്ചാൽ വീണ്ടെടുപ്പാകേണ്ടതാ. പക്ഷേ സമ്പൂർണത കൈവരിക്കുന്ന ഭക്തൻ ചെന്ന് നിൽക്കുന്ന സ്ഥലം അവിടെയല്ല. കാരണം എന്തൊക്കെയാണ് നമ്മൾ പുതുമയിൽ പ്രാപിക്കുന്നത് പറയുന്നുണ്ട്. ദേവദാസൻ പറഞ്ഞ ഒരു വചനം ഞാൻ ഓർക്കുന്നു. നീതി വസിക്കുന്ന ഒരു പുതുവാന ഭൂമിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പത്രോസ് പറയുക. വീണ്ടും ഒന്നുകൂടിയുണ്ട്, 21 വെളിപ്പാട് 21:5 പറയുക, ഞാൻ പുതിയ ആകാശവും ഭൂമിയും കണ്ടു എന്ന് വിശദീകരിച്ചിട്ട് പറയുക, സകലവും അവൻ പുതിയതാക്കുന്നു. നമ്മളെ പുതുജനനം തന്നവൻ ആ പുതുജനനത്തിൻ്റെ സ്ഥിരീകരണവും ഉറപ്പും തന്ന് പെർഫെക്റ്റ് ആക്കുന്ന പ്രക്രിയയാണ് വെളിപ്പാട് 21. ഇനി ആ വഴിയിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. ഇപ്പം നമുക്കെല്ലാം ഓരോ പേരുണ്ട്. നമുക്കെല്ലാം പേരുണ്ട്. സാങ്കുട്ടി പാഷർക്ക് സാങ്കുട്ടി എന്ന് പേരിട്ടത് മാതാപിതാക്കളാ. ദൈവം ഇട്ട പേരാണോ? ദൈവം അങ്ങനെ ചിലർക്ക് പേരിട്ടിട്ടുണ്ട്. എനിക്ക് ഏതായാലും ദൈവം ഇട്ട പേരല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായില്ലേ ക്ഷമിക്കണം. ഈ മകനെ ഇങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞ പേര്, അതുകൊണ്ട് നമ്മുടെയൊക്കെ പേരിങ്ങനെ ഇരിക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ യഥാർത്ഥ പേരിതല്ല. ആ പേരെന്താന്ന് പറയാം. ഇപ്പോഴത്തെ പേര് എൻ്റെ ശരീരത്തിൻ്റെ പേരാ, ആത്മാവിൻ്റെ പേരൊന്നുമല്ല. എൻ്റെ റെക്കോർഡിലെ പേരാ, നിങ്ങൾക്കെന്നെ വിളിക്കാനുള്ള പേരാ, നിങ്ങൾക്കെന്നെ അറിയാനുള്ള അറിവാണ് എൻ്റെ പേര്. നിങ്ങളുടെ പേരും അങ്ങനെ ഉപയോഗമുള്ളതിന്. പാസ്പോർട്ടിൽ എഴുതാൻ, സംസാരിക്കാൻ, കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം. കാരണം ഞാനിപ്പോൾ മരിക്കുമോ, അപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറയുക ഇന്നാൾ മരിച്ചു, തീർന്നു. അപ്പം ഞാനെവിടെ? അപ്പോൾ പറയാ, ജയിക്കുന്നവന് ഞാൻ ഒരു വെള്ളക്കല്ല്, അതിലേക്ക് എഴുതുന്ന പുതിയൊരു പേര്. അപ്പോൾ എല്ലാവർക്കും പുതിയ പേര് കിട്ടും, ഉറപ്പിച്ചോ? പുതിയൊരു പേര്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന് പറയുന്നിടത്തേ അപ്പനും അമ്മയും നമുക്കിട്ട പേരാണോ, ദൈവം കരുതി വെച്ച പേരാണോ? നീ മറ്റൊന്നുകൂടി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിക്കുന്നിടത്ത് നമ്മൾ ചെന്നിട്ട് അനുശോചനം പറയും.
രണ്ട് കാര്യം ഈ മരണത്തോട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു മുഖ്യ പ്രസംഗമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു പ്രസംഗമോ ഒന്നും അല്ലെങ്കിൽ അവിടെ ദൈവാസന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു വാക്ക് പറഞ്ഞങ്ങിരിക്കണം. നമ്മളെന്ന് അംഗീകരിക്കാൻ തരുന്ന ഒരു മിനിറ്റ്. അത് ഈ അലക്സാണ്ടർ കഥയും പറഞ്ഞ് ശവപ്പെട്ടിക്കകത്ത് അത് ഇനിയും കേട്ടാൽ ശവം എഴുന്നേറ്റ് പോകാൻ നമുക്കിട്ടടിക്കും. പറഞ്ഞ് മടുത്തുപോയി. രണ്ട് കയ്യ്. പിന്നെ രണ്ട് മക്കളെ വിളിച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു ഒരുത്തനോട് ഗുഡ് ബൈ, ഒരുത്തനോട് ഗുഡ് നൈറ്റ്. അതൊക്കെ ഒത്തിരി ആയി. ഓടി ഓടി തീർന്നു. അത് പോട്ടെ, ഒക്കെ വിടണം. ചുരുക്കി പറഞ്ഞാൽ ഈ മരണസ്ഥലത്ത് പിന്നൊരു കാര്യം നമ്മൾ പറയും, ഈ അമ്മച്ചിയെ ഞാൻ നിത്യതയെ കാണും. ശരി തന്നെയാണ്, ശരിയല്ലേ? കാണും. നമ്മുടെ അപ്പനെ നമ്മുടെ അമ്മയെല്ലാം നിത്യതയെ കാണാം. പക്ഷെ ഇന്ന് അമ്മയെ യാത്രയച്ചപ്പോൾ കിട്ടിയ ആ വികാരമോ ആ ബോധമോ അവിടെ ഉണ്ടോ? ഇല്ല. നിരാശ വേണ്ട. അതിനാ പറഞ്ഞ അമ്മയോടും അപ്പനോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് വല്ലതൊക്കെ കൊടുത്തോണം. അന്ന് ആ കണക്ഷൻ അല്ലെന്ന് പിടികിട്ടിയോ? ആ ബന്ധമല്ല, മറ്റൊരു ബന്ധം പറയാം. എനിക്ക് അപ്പനും അമ്മയും മരിച്ച ഒരാൾ, എൻ്റെ വൈഫും അങ്ങനെ. മിക്കവാറും പേര് അങ്ങനെയുള്ളവരുണ്ടല്ലോ. ഈ അപ്പനമ്മമാരുടെ നഷ്ടം ഒരു വലിയ നഷ്ടമാണ്. സുപ്രധാനമായ ആവശ്യകതകളില്ല അതൊക്കെ ഓർക്കുന്നത്. അപ്പനോടും അമ്മയോടും നമുക്ക് നല്ല സ്നേഹം. നിത്യത്തെ ചെല്ലുമ്പോൾ ഇവരെ കാണണമെന്നുണ്ട്. അടുത്ത കാലത്ത് എൻ്റെ ചർച്ചിലൊരു മോൻ മരിച്ചുപോയി. ഒരു കുഞ്ഞ്, ഒരു 10-28 വയസ്സുള്ളൂ. അവൻ്റെ അപ്പൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു, നിത്യത്തെ ചെല്ലാൻ എൻ്റെ കുഞ്ഞിനെ കാണാം. ഇതെല്ലാവരെയൊക്കെ ആഗ്രഹമാണ്. കാണും. ഞാനും ചെല്ലും, എൻ്റെ അമ്മയെ കാണും, അപ്പനെ കാണും. ഏതായാലും ഞാൻ അതിനെ അക്ഷരാർത്ഥം ഒന്ന് എടുക്കുമ്പോൾ ഒരു കാര്യം അറിയാം. നമ്മൾ നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ പറയാണോ, ഞങ്ങളുടെ മമ്മി ഇവിടെ കണ്ടുണ്ടായിരുന്നു, കണ്ടില്ലല്ലോ. മമ്മി പറയാണോ, ഞങ്ങളുടെ ചെറുക്കൻ ഇതുവഴി വരുമെന്ന് പറഞ്ഞു, ഇതുവരെയും കണ്ടില്ല, എന്ത് ചെയ്യേ? ചങ്ങാതി, ഇത് അങ്ങാടിക്കലല്ല, ചെങ്ങന്നൂരല്ല, സ്വർഗമാണ്. മനസ്സിലായില്ലേ? നിത്യതയാ. അവിടെ സ്ഥിതിഗതികൾ മാറി. അമ്മയ്ക്ക് നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നു, എല്ലാ മക്കളോടും. നമുക്ക് അമ്മയോടും കാര്യമാണ്. ശരിയല്ലേ? അമ്മയോടും അപ്പനോടും സ്നേഹമില്ലാത്ത ആരുമില്ല. ഞാൻ ഏഴാച്ചേരി രാമചന്ദ്രൻ എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്മയെപ്പറ്റി എഴുതിയൊരു കവിത വായിച്ച് എൻ്റെ ഉള്ളം നടുങ്ങിപ്പോയി. വല്ലാതെ ഹൃദയഭേദമായി. അമ്മയുടെ സ്വഭാവം പറയുക, ഭൂമിയോളം പൊറുക്കുന്നവൾ എങ്കിലും പകരം നിനക്കായി മേഘവാതിൽ പടിവരയ്ക്കും സങ്കടം തന്നേ. നീ ഭൂമി വരെയാ ക്ഷമിക്കുന്നേ, പകരം നിനക്ക് ഞാൻ തന്നത് മേഘവാതിൽ പടിവരെ സങ്കടം. ഇതാണ് അമ്മ, ഇതാണ് അച്ഛൻ. പക്ഷേ ഇത്ര സ്നേഹമുള്ള അമ്മയും അപ്പനും നമ്മളും ഇന്ന് കാണുന്ന കണക്ഷൻ ഇല്ല. എന്താ ഇല്ലാത്തെന്ന് അറിയണ്ടേ? ഞാൻ നിത്യത ചെന്നു, നിങ്ങളും നിത്യത ചെന്നു. പക്ഷേ അമ്മയ്ക്ക് പഴയ താല്പര്യമോ ഒന്നും ഇല്ലെന്നല്ല, എന്നെക്കാൾ അമ്മയെ സ്നേഹിച്ച ഒരുവനെ അമ്മ അവിടെ കണ്ടു. അമ്മയെക്കാൾ എന്നെ സ്നേഹിച്ച ഒരുവനെ ഞാനും അവിടെ കണ്ടു. ഇതിൻ്റെ താഴെയാ ബാക്കിയില്ല. അതാ കുഴപ്പം. ഇപ്പം മനസ്സിലായോ? പിടികിട്ടിയ കാര്യം പറയാം. ഈ പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ചിപ്പിച്ച് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അവക്കും ഭയങ്കര സങ്കടം. പൊട്ടിക്കരഞ്ഞായിരിക്കും അപ്പന്മാർ വിടുന്നേ. അപ്പൻ ശരിക്ക് കരയും നന്നാ. അവളും ഭയങ്കര കരച്ചില്ല. പപ്പായെ കാണണം പോയി 5-6 ഫോൺ വിളി. 2 ദിവസം കഴിഞ്ഞ് അവളും ഹസ്ബൻഡും കൂടെ വീട്ടിൽ വരും. നമ്മളെ ഒന്നും മിണ്ടാൻ പോലും അവൾ നിൽക്കുകയല്ല. പപ്പായാണോ ഇരിക്കുന്ന പോലും അവൾക്ക് ശ്രദ്ധയില്ല. കാരണം എന്താ? അവൾ കാന്തനോട് പറ്റിച്ചേർന്നപ്പോൾ അതാ റിയൽ ലൈഫ്. പിടികിട്ടിയോ? പിണക്കം ഉണ്ടായിട്ടല്ലെന്ന്. അമ്മയ്ക്കും അപ്പനും അപ്പോഴും സംതൃപ്തി. എന്താ സംതൃപ്തി? ആ തികഞ്ഞ സ്നേഹത്തിൻ്റെ അളവിൽ നമ്മൾ അവനോട് അനുരൂപരാവുകയാണ്. അതാ പുതിയ സൃഷ്ടിയുടെ സവിശേഷത. പഴയ സൃഷ്ടിക്കാതെ ഭൂമിയിലെ ബന്ധങ്ങൾ, ഭൂമിയിലെ രീതികൾ. അതുകൊണ്ട് വചനം പറയുന്നതേ ഭൂമിയിലെ രീതിയും ഭൂമിയിലെ കാര്യമൊക്കെ ഇങ്ങനെ ആണെങ്കിൽ ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹത്തിന് കൊടുക്കുന്നു, വാങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു,
നമ്മളത് മാത്രമല്ല, ബൈബിളിൽ പറയാത്തൊരു കാര്യം കൂടെ പറയാം. ആ ലോകത്തിൻ്റെ മക്കൾ വിവാഹത്തിന് കൊടുക്കുന്നു, വാങ്ങുന്നു. നമ്മളിത് വാങ്ങി കഴിച്ചിട്ടൊരു കുറ്റവും കൂടെ പറയും. ഏത് നല്ല ഫുഡ് തന്നാലും ഇറങ്ങാൻ നേരം ഒരു കുറ്റവും പറയുന്നു, പോട്ടെ. പക്ഷെ നിത്യത ചെല്ലുമ്പോൾ പുനരുദ്ധാന ശരീരികൾക്ക് വിവാഹമില്ല. പുനരുദ്ധാന ശരീരികളുടെ അടുത്ത പ്രത്യേകത, അവർ ലിംഗവ്യത്യാസമില്ല, ദൂതതുല്യരാകും. അങ്ങനെ പുതിയ സൃഷ്ടിയുടെ ക്ലൈമാക്സ് നമുക്കവിടെ വെച്ചിരിക്കുന്നതിൻ്റെ സവിശേഷത ദൈവജനത്തിന് മനസ്സിലായി കാണും. ഇങ്ങനെയുള്ളൊരു ലോകം കാംക്ഷിച്ചുകൊണ്ടുള്ള ഇഹലോകത്തിലെ താൽക്കാലിക ജീവിതത്തിൻ്റെ പേരാ ക്രിസ്ത്യ ജീവിതം. ഞാൻ അവസാനിപ്പിക്കുക. ഒരു കാര്യം കൂടെ ഇങ്ങനെ പറഞ്ഞു തീർക്കാം. ബഹുമാരി, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ഉപവസിച്ചു, കഴിഞ്ഞ രാത്രി തീരുമാനം കൈക്കൊണ്ടു, മക്കളുടെ ഭാവിക്ക് വേണ്ടി ആഗ്രഹിച്ചു, ഈ പാടിയത്, ഈ പ്രാർത്ഥിച്ചത്, ഇതൊക്കെ എത്ര ശതമാനം ആ പുതുജീവിതം വഴി നിത്യത കരഗതമാക്കാനുള്ള ഒരുക്കമായി എന്ന് സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി എന്തു പ്രാർത്ഥിച്ചു, എന്തൊരുങ്ങി? അമ്മമാരും അപ്പന്മാരും ഒക്കെ മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. എന്താണ് ആ ഭാവി? ഡോക്ടറാകുന്നതോ, എഞ്ചിനീയറാകുന്നതോ, അതേ നിലയിൽ ഒരാൾ കല്യാണം കഴിക്കുന്നതോ? ഒക്കെ ശരിയാ. പക്ഷേ പുതുജീവിതം കരഗതമാക്കിയ നിത്യത മക്കൾ പ്രാപിക്കണം. ഇതിനെത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേര് താല്പര്യപ്പെട്ടിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ നമുക്കിന്ന് പറയാം, ഈ ലോകം ഒരു ട്രയൽ മാത്രം. ശരീരത്തോടിരിക്കുമ്പോൾ മാത്രം വസിക്കാൻ പറ്റിയ പരദേശവാസമാ ഈ ഭൂമിയിലുള്ളത്. ഈ പരദേശവാസം വിട്ട് റിയലായൊരു ലൈഫ് ഉണ്ടെന്നുള്ള വാഗ്ദത്തമാ സുവിശേഷമെങ്കിൽ ദേശമേ, ആ വാഗ്ദത്തം ഞങ്ങൾ ആവർത്തിക്കുന്നു. ആ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് ഈ രാത്രി യേശുവിൻ്റെ പാദാന്തിയെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്ര പേരടുത്തു വരും? ഈ പുതുജീവിതം കരഗതമാക്കാൻ എനിക്ക് നിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കണം, എനിക്ക് നിന്റെ മകളാകണം, എനിക്ക് നിന്റെ മകനാകണം, എനിക്ക് നിന്നോട് ചേർന്ന് ജീവിക്കണം. ഇതിനു വേണ്ടി നമുക്ക് സന്നദ്ധരാകാം. എല്ലാ കണ്ണുകളും അടച്ചട്ടെ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കട്ടെ. നമുക്കൊരു വേള ഈ പുതുജീവിതത്തിണങ്ങുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ പരിപക്വമാക്കി എടുക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാം. നിന്റെ വചനത്തിൻ്റെ വഴിത്താരിലൂടെ സഞ്ചരിക്കാൻ അടിയനും ഒരു അവസരം എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകൾ ഈ പരിസരത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സംശുദ്ധമായി ദൈവവചനമാണ് ഈ ഗ്രാമത്തോട് പ്രസംഗിച്ചത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരു പുതിയ അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. ക്ഷീണിച്ചവശരായ 2025 വിട പറഞ്ഞ് കരുത്തുറ്റവരായി യേശുവിനെ സേവിക്കാൻ ഒരു പുതിയ വാഗ്ദത്തം നിങ്ങളെ കാത്തിരിക്കുന്നു. അകത്തും പുറത്തും ഇരിക്കുന്നവർക്ക് ആ വാഗ്ദത്ത വഴിയിലൂടെ സഞ്ചരിച്ചു ജയമെടുക്കാൻ